മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് ടിപ്സ് പറഞ്ഞു കേട്ടോ മിസ്. ഒരു 4 ടിപ്സുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നിങ്ങൾ ആദ്യം സെറ്റ് ഗോൾസ്. നിങ്ങൾക്ക് എന്താണ് ഒരു ഗോള് മുന്നിൽ കാണുക അല്ലേ. അതായത് നമ്മൾ ഒരാഴ്ചത്തെ ഷെഡ്യൂൾ ആദ്യം ഇടുക. ഇന്ന ദിവസം ഇത് പഠിക്കണം, പിറ്റേ ദിവസം ഇത് എഴുതി പഠിക്കണം. അങ്ങനെ ഓരോരോ വീക്ക്ലി എന്താണ് ഒരു ഷെഡ്യൂൾ കൊടുക്കുക. ഇന്ന സമയത്ത് എണീക്കുക, ഈ സമയത്ത് പഠിക്കുക, സ്കൂൾ വിട്ട് വന്നാൽ എന്താണ് ഈ സമയത്ത് നമ്മൾ പഠിക്കാനിരിക്കുക, ഇത്ര സമയത്ത് ഫുഡ് കഴിക്കുക, ഇത് കഴിഞ്ഞ് ടി വി കാണണമെങ്കിൽ ടി വി കാണുക, അത് കഴിഞ്ഞ് കിടന്നുറങ്ങുക. ഒരു വീക്ക്ലി ഷെഡ്യൂൾ ആദ്യം നമ്മൾ എന്താണ് ആ ഒരു വീക്ക്ലി ഷെഡ്യൂൾ നമുക്കൊരു ഗോൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് പഠിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ. സെക്കൻഡ് വൺ, ടേക്ക് ബ്രേക്സ്. നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഫുൾ ടൈം 5 മണിക്കൂർ 6 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വെച്ചോ, ഒരു കാര്യമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 1 മണിക്കൂർ കൂടുതൽ പഠിക്കാതിരിക്കുക. ഇപ്പോൾ 1 മണിക്കൂർ പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊരു മണിക്കൂർ എന്താണ് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യണം. ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ കളിക്കാൻ പോവുക അല്ലെങ്കിൽ ടി വി കാണുക, ഫാമിലി ആയിട്ട് ചിലവിടുക. അങ്ങനെ ബ്രേക്സ് ഓരോ മണിക്കൂർ പഠിക്കുമ്പോഴും ഓരോ മണിക്കൂർ ബ്രേക്ക് ഇട്ടിട്ട് വേണം പഠിക്കാൻ. കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂറൊന്നും കയറി പഠിക്കേണ്ട. അതൊന്നും നിങ്ങൾക്ക് തലയിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 1 അവർ കഴിഞ്ഞ് ബ്രേക്ക് എടുക്കുക. വേണമെങ്കിൽ ഒരു 2 അവർ കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങുക. കുറേ ബ്രേക്ക് എടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ. കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം ഒഴിവാക്കണം കേട്ടോ. Then next, find a good place to study. നമുക്ക് പഠിക്കാനുള്ള നല്ലൊരു പ്ലേസ് സെറ്റ് ചെയ്യുക. അങ്ങനെ ആൾക്കൂട്ടത്തിനിടയിൽ പഠിക്കാതിരിക്കുക. നമുക്ക് മെൻ്റലി നമുക്ക് ഓക്കെ ആവുന്ന നല്ലൊരു പ്ലേസ് എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നടുക്കിരിക്കണം, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഇരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ട് പഠിക്കുന്നവരുണ്ടാവും, പാട്ട് കേട്ട് പഠിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലൊക്കെ ഉണ്ടാവും അല്ലേ. നിങ്ങൾക്ക് കംഫർട്ടബിളായി തോന്നുന്ന പ്ലേസിലിരുന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. അതായത് ആദ്യം നോക്കുക എന്താണ് നമ്മുടെ മെൻ്റൽ പീസിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെ ഇരുന്നാലാണ് പഠിച്ചാൽ ശരിയാവുക. അത് നോക്കിയിട്ട് നിങ്ങൾ പ്ലേസ് ചൂസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് കമ്പൈൻ ചെയ്തൊന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പോയിന്റ് ആക്കി ഇങ്ങനെ പഠിച്ച് പോയാൽ നല്ല ഓർമ്മയിൽ നിൽക്കും. അതാണ് സ്റ്റഡി വിത്ത് ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ പഠിച്ചു നോക്കൂ. എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു 10 മിനിറ്റ് എടുക്കുക. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നാൽ നമ്മൾ സ്വതവേ പഠിച്ചു പോകും. മിസ്സൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു 4 ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ സെറ്റായിട്ട് നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്താൻ പറ്റില്ലേ. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.